നമസ്തേ. ശബരിമല അയ്യപ്പന്റെ ആഭരണങ്ങളെയാണ് തിരുവാഭരണം എന്ന് വിളിക്കുന്നത്. സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ട ഇവ പന്തള രാജാവ് ശബരിമല ശാസ്താവിന് നൽകിയതായാണ് വിശ്വസിക്കപ്പെടുന്നത്. പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിക്കുന്ന ഇവ മകരവിളക്ക് ദിവസം ശബരിമലയിൽ എത്തിക്കുകയും അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുകയും ചെയ്യും. 3 പെട്ടിയിലാണ് തിരുവാഭരണം കൊണ്ടുപോകുന്നത്. പെട്ടി 1-ൽ തിരുമുഖം, പ്രഭാമണ്ഡലം, വലിയ ചുരുക, ചെറിയ ചുരുക, ആന, കടുവ, വെള്ളികെട്ടിയ വലംപിരി ശംഖ്, ലക്ഷ്മി രൂപം, പൂന്തട്ടം, നവരത്ന മോതിരം, ശരപുളിമാല, വിളക്കുമാല, മണിമാല, എരുക്കും പൂമാല, കഞ്ചമ്പരം. പെട്ടി 2-ൽ കലശത്തിനുള്ള തൈലക്കുടം, പൂജാപാത്രങ്ങൾ. പെട്ടി 3-ൽ കൊടിപ്പെട്ടി, നെറ്റിപ്പട്ടം, ജീവത, കൊടികൾ, മെഴുവട്ടക്കുട. പന്തളത്തിൽ നിന്നും 83 കിലോമീറ്റർ ദൂരെയുള്ള തിരുവാഭരണ പാതയിലൂടെയാണ് തിരുവാഭരണം ശബരിമലയിൽ എത്തിക്കുന്നത്. പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ വലിയ കോയിക്കൽ ശാസ്താ ക്ഷേത്രത്തിൽ നിന്നുമാണ് തിരുവാഭരണ ഘോഷയാത്ര ഈ പാതയിലൂടെ കടന്നുപോകുന്നത്. കൈപ്പുഴ, കുളനട, ഉളന്നൂർ, പറയങ്കര, കുറിയാനിപ്പള്ളി, കൂടുവെട്ടിക്കൽ, കാവുംപടി, കിടങ്ങൂർ, ആറന്മുള വഴി ആദ്യം പുതിയകാവ് ദേവീ ക്ഷേത്രത്തിലെത്തും. തുടർന്ന് അടുത്ത ദിവസം അയിരൂർ, പേരൂർച്ചാൽ, കീക്കൊഴൂർ, അയിക്കൽ, പുളിക്കമൂഴി, കുത്തുകല്ലിൻപടി, മന്ദിരം, ഇടക്കുളം, വടശ്ശേരിക്കര, മാടമൺ, പെരുന്നാട്, പുതുക്കട വഴി ലാഹിയിലെത്തും. അടുത്ത ദിവസം വീണ്ടും യാത്ര തുടർന്ന് പ്ലാപ്പള്ളി, ഇലവുംകൽ, നിലയ്ക്കൽ, അട്ടത്തോട്, കൊല്ലമൂഴി, വെള്ളച്ചിമല, ഏറ്റപ്പെട്ടി, ഓളംപുഴ, വലിയാനവട്ടം, ചെറിയാനവട്ടം, നീലിമല, അപ്പാച്ചിമേട്, ശരംകുത്തി വഴി ശബരിമല സന്നിധാനത്തെത്തും.